കട്ടയ്ക്കുന്ന കരിഞ്ഞാറിനെ കൊണ്ടുപോയിട്ടില്ല, പിന്നെ കട്ടപ്പുറത്തിരിക്കുന്ന സർഫറാദിനെ. നെക്സ്റ്റ് പോയിന്റ് പറയും. അപ്പൊ ഗൗതം ഗംഭീർ പുറത്താക്കണമെന്നാണ് ആശയം പറയുന്നത്. ടെസ്റ്റ് കളിക്കുന്നവരെ ടെസ്റ്റിലോട്ട് കൊണ്ടുവരട്ടെ. അവരെ പിടിച്ച് കമന്ററി ഇരുത്താതെ അവരെ ടെസ്റ്റിലോട്ട് കൊണ്ടുവരണം. നീ വോട്ട് കസ്റ്റമർ, ഞാൻ ഓണം എന്ന് പറയും, നീ വോട്ട് എന്ന് പറയും. എന്നിട്ട് 1 2 3 വോട്ട് കസ്റ്റമർ. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ്, മൂന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ടെസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ടെസ്റ്റ് ആയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ഫീൽ. ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ പക്ഷേ ഇന്ത്യ തോറ്റി. അപ്പോൾ ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ടെസ്റ്റിൽ ഇപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റിൻ്റെ തോറ്റു, രണ്ടാമത്തെ കളി ഇന്ത്യ ജയിച്ചു, മൂന്നാമത്തെ ടെസ്റ്റ് ഇന്ത്യ വീണ്ടും തോറ്റിരിക്കുകയാണ്. സോ ഇതിൽ ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയും, ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചില ഓൺലൈൻ എക്സ്പേർട്സ് പറയും ബുംറ കളിച്ചുകൊണ്ടാണ് ഇന്ത്യ തോറ്റതെന്നുള്ളത്. എന്നാലും പറയാൻ, കാരണം ന്യൂസിലാൻഡ് ടെസ്റ്റ് തൊട്ട് ഈ ടെസ്റ്റ് വരെ നോക്കിയാൽ അവിടെ വേറൊരു കോമൺ ഫാക്ടർ ഉണ്ട്, ഗൗതം ഗംഭീർ. അപ്പോൾ ഗൗതം ഗംഭീർ പുറത്താക്കണമെന്നാണ് ആശയം പറയുന്നത്. പുറത്താക്കണം എന്താകുന്നില്ല. ഓഡിയിൽ ഇരിക്കട്ടെ, T20 ഇരിക്കട്ടെ, ടെസ്റ്റിൽ വേണമെങ്കിൽ ഒരു വേറെ ആളെ നോക്കാം. വേറെ വളരെ മികച്ച. ഇതിനെപ്പറ്റി ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്. ഇത് ഗൗതം ഗംഭീറിന്റെ ഇതുവരെയുള്ള വിൻ ലോസ് സ്റ്റാറ്റ്സ് നോക്കിയാൽ വളരെ മോശമായിട്ടാണ് ഇന്ത്യയുടെ അവസ്ഥ നിൽക്കുന്നത്. അതെ, അത് വളരെ വലിയ കാര്യമാണ് സൂചിപ്പിച്ചത്. ഏകദേശം 13 ടെസ്റ്റാണ് ഗംഭീറിൻ്റെ കോച്ചിങ്ങിൽ നടന്നത്. അതിൽ 4 ടെസ്റ്റാണ് ജയിച്ചിട്ടുള്ളത്. 2 ബംഗ്ലാദേശ്, 1 ഓസ്ട്രേലിയ, 1 ഇംഗ്ലണ്ട്. ബാക്കി 1 സമനിലയും ബാക്കി എല്ലാം തോൽവിയുമാണ് ഇന്ത്യ നേരിട്ടിട്ടുള്ളത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്താണ് മാറ്റം വരുത്താനായിട്ട്? അതല്ലാതെ വേറെ എന്തെങ്കിലും? ടെസ്റ്റ് കളിക്കുന്നവരെ ടെസ്റ്റിലോട്ട് കൊണ്ടുവരട്ടെ. അവരെ പിടിച്ച് കമന്ററി ഇരുത്താതെ അവരെ ടെസ്റ്റിലോട്ട് കൊണ്ടുവരണം. പൂജാര ടെസ്റ്റിലോട്ട് വരണം. ഷമിയെ ടെസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടായിരിക്കാം? ഇഞ്ചുറി എന്നാണ് പ്രൈമറി റിപ്പോർട്ട് വന്നത്. പക്ഷേ ഷമി ഇപ്പോഴും ഇഞ്ചുറി ആണെന്ന് തോന്നുന്നില്ല. നമ്മൾ ആരും അറിയുന്നത് സർഫറാസ് ഖാനുണ്ട്. കഴിഞ്ഞ ഇന്ത്യയിൽ വന്ന് കളിച്ച സമയത്ത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡിൽ സെഞ്ചുറി അടിച്ചു. അല്ല, അതിനുമ്പോൾ ഇതിലുണ്ടായിരുന്നില്ല. അവിടെ തന്നെ എമർജ് ചെയ്യും. സോ ആ ടെസ്റ്റിൽ എമർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 ടെസ്റ്റിലും ഇന്ത്യയിൽ വെച്ച് കളിച്ചു. എന്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് ഒരു അവസരം കിട്ടിയില്ല സർഫറാസ് ഖാൻ 10 കൊല്ലം നിന്നിട്ട് കരുണാറിനിപ്പോഴാണ് കിട്ടിയത്. പിന്നെയാണ് കഴിഞ്ഞ ആഴ്ച വന്ന പയ്യന് കട്ടയ്ക്കുന്ന കരിഞ്ഞാറിനെ കൊണ്ടുപോയിട്ടില്ല, പിന്നെയാണ് കട്ടപ്പുറത്തിരിക്കുന്ന സർഫറാദിനെ. നെക്സ്റ്റ് പോയിന്റ് പറയും. പിടിച്ചുണ്ട്. അല്ല, കട്ടയ്ക്കുന്ന കരിഞ്ഞാറിന് ഇപ്പോഴല്ലേ കിട്ടുന്നത്. കട്ടപ്പുറത്തിരിക്കുന്ന സർഫറാസ് വരും. എപ്പോൾ വരും? ഫോം ഔട്ടായി അടുത്ത ഓടിയൊക്കെ കളിച്ച് വരുമ്പോൾ വരും. ഈവൻ ഇംഗ്ലണ്ട് ലയൺസിൻ്റെ ഇന്ത്യ A ടീം കളിക്കുമ്പോൾ സർഫറാസ് നല്ല ഫോമിലാണ് കളിച്ചത്. എന്നിട്ടൊരു ടീം ഉൾപ്പെടുത്തി. ഈ കട്ടപ്പുറത്തുള്ള കട്ടയാണ് അതൊരു ആവശ്യമില്ലാത്ത കാര്യം. മനസ്സിലാക്കാൻ പ്രശ്നമില്ല. ഈ ഒരു അൺഒഫീഷ്യൽ ടെസ്റ്റിൽ നന്നായിട്ട് കളിച്ച 4-5 പേരുണ്ട്. അവരെ ആരെയും തന്നെ മെയിൻ ടീമിലോട്ട് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ സർഫറാസ് ഖാൻ അല്ലാണ്ട് ജുറൽ ടീം ഓൾറെഡി ഉണ്ട്, ജുറൽ കളിക്കുന്നുമുണ്ട്. ജുറലിനെ കളിപ്പിക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ ഓൾറെഡി പന്തുള്ളതുകൊണ്ടാണ് ജുറലിന് അവസരം കൊടുക്കാത്തത്. പക്ഷേ സർഫറാസ് ഖാൻ അല്ലാതെ എടുത്ത് പറയേണ്ടത് അൻഷുൽ കാംബോജ് നന്നായിട്ട് ബാറ്റും ചെയ്തു, നല്ലപോലെ ബോളിങ്ങും ചെയ്തു അൺഒഫീഷ്യൽ ടെസ്റ്റിലൊക്കെ. എന്നിട്ടും പുള്ളിയെ കൺസിഡർ പോലും ചെയ്യാതെ ഹർഷിത് റാനെ ടീമിലെടുത്തു. ഹർഷിത് റാൻ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വിടുകയും ചെയ്തു. അത് ആക്ച്വലി റീപ്ലേസ്മെന്റ് ആർക്കോ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ അവസാന നിമിഷം മാറ്റിയതാണ്. പിന്നെ എടുത്തു വരേണ്ട പ്രസിദ്ധ് കൃഷ്ണയെ ടീമിൽ നിലനിർത്തി എന്നുള്ളതല്ല, വേണം, പ്രസിദ്ധ് കൃഷ്ണയുടെ വേണമല്ലോ. പക്ഷേ ഫസ്റ്റ് ടെസ്റ്റ് അത്രയും അടി വാങ്ങിച്ചിട്ട് വീണ്ടും പ്രസിദ്ധ് കൃഷ്ണനെ കൊണ്ടുവരേണ്ട കാര്യമില്ല സെക്കൻഡ് ടെസ്റ്റിൽ. എന്നിട്ട് ബുംറ വന്നതുകൊണ്ട് മൂന്നാമത്തെ ടെസ്റ്റിൽ മാറ്റി എന്നുള്ള രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. പ്രസിദ്ധ് കൃഷ്ണയേക്കാൾ എന്തുകൊണ്ടും ബെറ്ററായിരുന്നു അൻഷുൽ കാംബോജ്. പുള്ളിയും തടഞ്ഞു. പിന്നെ സുന്ദരമായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ഒരു റൈറ്റ് ഹാൻഡ് അശ്വിനെ പോലെ റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നർ, റൈറ്റ് ഹാൻഡ് ബാറ്ററായിട്ട് തനുഷ് കോട്ടിയാനാണെങ്കിൽ ടീം എടുക്കുന്നത്. നല്ലൊരു ഡൊമസ്റ്റിക് സീസണിൽ കഴിഞ്ഞ് അൺഒഫീഷ്യൽ ടെസ്റ്റ് നന്നായിട്ട് കളിച്ചിട്ടാണ് തനുഷ് കോട്ടിയാണ് എടുക്കുന്നത്. പുള്ളിക്കാരനെ ടീമിലോട്ട് തഴഞ്ഞിരുന്നു. ഈവൻ ഓസ്ട്രേലിയൻ ടൂറിൽ പുള്ളിയുടെ പേര് വന്ന് പുള്ളിയുടെ ടീമിൽ വിട്ടതാണ് അശ്വിൻ റിട്ടയർ ചെയ്തത്. എന്നിട്ടും പുള്ളിയെ കളിച്ചിട്ടില്ല.
ഇവിടെയെങ്കിലും ചാൻസ് കൊടുക്കുന്നു. പുള്ളി അൺഒഫീഷ്യലി ടെസ്റ്റിൽ നന്നായിട്ട് കളിച്ചത്, എന്നിട്ട് പുള്ളി അവിടെ ആഡാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ കളിച്ചവർക്കാർക്കും ഓൾറെഡി ടീമിലുണ്ടായിരുന്ന 2-3 പേരല്ലാണ്ട് നന്നായിട്ട് കളിച്ച 4-5 പേരുണ്ടായിട്ട് അവരാരും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല. അതേസമയം ഇംഗ്ലണ്ടിനെ നോക്കാം, അവർ ഓരോരുത്തരായിട്ട് വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാരെ ആഡ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് കളിക്കുന്നവരെ ടെസ്റ്റിൽ കൊണ്ടുവരണം, നന്നായി കളിക്കുന്നവരെയും ടെസ്റ്റ് ടീമിൽ കൊണ്ടുവരണം. കരുൺ നായരുടെ കാര്യം നേരത്തെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. കരുൺ നായർ നമ്മൾ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ്റെ എടുത്ത് പറയാനായിട്ട് ആകെ ഉള്ളത് ഒരു ട്രിപ്പിൾ സെഞ്ചുറിയാണ്. പക്ഷെ അതിനുശേഷം പുള്ളി ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 48 റണ്ണാണ്, വിത്ത് ആൻ ആവറേജ് ഓഫ് 24. അതിനുശേഷം എത്ര ടെസ്റ്റ് കളിച്ചു? 6 ടെസ്റ്റ് കളിച്ചു. പുള്ളിയുടെ ടോട്ടൽ ആവറേജ് ഇപ്പോഴും 50 റണ്ണായിരുന്നു. ആ ഒരു 300-ന്റെ കാര്യത്തിലാണ്. ബാക്കി എല്ലാ സ്കോറും ടോപ്പ് സ്കോർ 48 റണ്ണാണ് പുള്ളിക്കാരൻ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം താഴെയാണ് പുള്ളിക്കാർ എടുത്തിട്ടുള്ളത്. കരുൺ നായറിനെ അടുത്ത ടെസ്റ്റിൽ എടുക്കണോ വേണ്ടോ, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? 3 ടെസ്റ്റ് ചാൻസ് കഴിഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നല്ല സ്റ്റാറ്റ്സോട് അഭിമന്യു ഈശ്വരൻ ടീമിലുണ്ട്. അതേപോലെ സായി സുദർശൻ നല്ല ഗില്ലിനെ പോലെ തന്നെ നല്ലപോലെ ഇൻഫോമായിട്ട് നിൽക്കുന്നതാണ്. ജസ്റ്റ് ബിക്കോസ് അവൻ്റെ ഡെബ്യൂ ടെസ്റ്റിലാവുമെന്ന് ഫെയിലായെന്ന് വെച്ച് മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം സായി സുദർശൻ അതേപോലെ തന്നെ അഭിമന്യു ഈശ്വരൻ പുള്ളി നല്ല ഈവൻ ഇന്ത്യ എയുടെ ക്യാപ്റ്റനും കൂടെ അഭിമന്യു ഈശ്വരൻ. എന്നിട്ട് വരും പുള്ളിയെ ടീമിൽ ഇങ്ങനെ ജസ്റ്റ് വാട്ടർ പോയിട്ട് നടത്തുന്നത് ഒരർത്ഥമില്ല. കാരണം 3 ടെസ്റ്റ് കഴിഞ്ഞ് ചാൻസ് കഴിഞ്ഞെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈവൻ എന്താ പറയുക, ഫസ്റ്റ് ടെസ്റ്റിൽ 40 ഓവർ കഴിഞ്ഞില്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് വിട്ട് പോയി. അടുത്ത ടെസ്റ്റ് കിട്ടും, അടുത്ത ടെസ്റ്റിലും കളിച്ചു. ആകെ കൂടെ പുള്ളിക്ക് എടുത്തു പറയാൻ പറ്റുന്ന പുള്ളിയുടെ സ്ലിപ്പിൽ വർക്ക് നല്ലതാണെന്ന് പറയാം. പുള്ളി നല്ലൊരു സ്ലിപ്പ് ഫീൽഡറാണ്. പിന്നെ ബാറ്റിംഗ് സമയത്ത് ഓപ്പോസിറ്റ് പ്ലെയറിന് ആങ്കർ റോള് കളിച്ച് സപ്പോർട്ട് ചെയ്യാനും പുള്ളിക്ക് പറ്റുന്നുണ്ട്. ഈ 2 കാരണം അല്ലാണ്ട് പുള്ളി 3 ടെസ്റ്റിൽ നല്ലൊരു ഇന്നിങ്സ് കിട്ടിയില്ല പുള്ളിക്ക്. നിർഭാഗ്യം. 2-3 നിർഭാഗ്യമായിട്ട് ഔട്ടായി, ശരിയാണ്. പക്ഷേ പുള്ളി ആങ്കർ റോള് ചെയ്തു എന്നുള്ളതല്ലാണ്ട് സ്ലിപ്പിൽ നല്ലപോലെ ഫീൽഡ് ചെയ്തു, നല്ല ക്യാച്ചസ് എടുത്തു എന്നല്ലാണ്ട് പുള്ളിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത്, അത് പുള്ളിയുടെ ആ ഒരു ഡൊമസ്റ്റിക് സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയിട്ടില്ല 3 ടെസ്റ്റായിട്ട്. സോ 6 ഇന്നിങ്സിൻ്റെ ചാൻസ് പുള്ളിക്ക് കിട്ടി. ഇന്ത്യയിൽ 4 എണ്ണം ഉണ്ട്. അത് ഒരു ഡെബ്യൂ കിട്ടി, അഭിമന്യു ഈശ്വരന് കിട്ടട്ടെ, അല്ലെങ്കിൽ സായി സുദർശന് നല്ലൊരു ചാൻസ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിനെ പറ്റി ഇപ്പോൾ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിനാണെങ്കിലും ശരി, ബാക്കിയുള്ള ക്യാപ്റ്റൻസി പറ്റി എന്താണ്? ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ല ക്യാപ്റ്റൻസി തന്നെയായിരുന്നു. ഫസ്റ്റ് ടെസ്റ്റിലായിരുന്നു, സെക്കൻഡിലായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഗില്ലിന് 2ാം ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ 2 ഇന്നിങ്സിലും ഏകദേശം 430 റണ്ണാണ് പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുള്ളത്. ബാറ്റിങ്ങിൽ, അതായത് ക്യാപ്റ്റൻസിയിലൂടെ പുള്ളിക്കാരൻ്റെ ബാറ്റിംഗ് കൂടിയെന്നാണോ പറയാനുള്ളത്, അതോ പുള്ളിക്കാരൻ്റെ തനതായ ശൈലിയിൽ പോയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ്? പുള്ളിക്കാരന് ക്യാപ്റ്റൻസി ആയിട്ട് ആ ബാറ്റിംഗ് ഒരു ബന്ധമുണ്ടെന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടെ രീതിക്ക് തന്നെയാണ് കളിച്ചത്. പുള്ളി ഗില്ല് എന്താ പറയുക, 3 ടെസ്റ്റിലും കംപ്ലീറ്റ്ലി സ്വന്തം സ്ട്രാറ്റജി എന്താണ്, ബാറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, അത് തന്നെയാണ് പുള്ളി കംപ്ലീറ്റ്ലി നടത്തിക്കൊണ്ടുവരുന്നത്. ക്യാപ്റ്റൻസിയിലോട്ട് വരുമ്പം ഇപ്പം റീസെൻ്റായിട്ട് രോഹിത്തിനും ഉണ്ടായിരുന്ന ഇഷ്യൂ തന്നെയാണ് ഗില്ലിനും ഉള്ളത്. ആ ഒരു എന്താ, വിക്കറ്റ്സ് വന്നില്ലെങ്കിൽ റണ്ണ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ വരുന്നില്ല. സെക്കൻഡ് ടെസ്റ്റിൽ ഞാൻ പറയുന്നില്ല, സെക്കൻഡ് ടെസ്റ്റിൽ ഓക്കെ. പക്ഷേ ഫസ്റ്റ് ടെസ്റ്റിലും തേർഡ് ടെസ്റ്റിലും റൺസ് വന്നപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത ഏത് ബോളറിനെ കൊണ്ടുവരണമെന്നുള്ള കൺഫ്യൂഷൻ ഗില്ലിനുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ. അത് രോഹിത്തിനും ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ബാറ്റേഴ്സ് നന്നായിട്ട് കളിച്ചതുകൊണ്ടാവാം. അപ്പം ഒരു എന്താ, ഫസ്റ്റ് ടെസ്റ്റിലും തേർഡ് ടെസ്റ്റിലും നമ്മൾ മുമ്പ് എല്ലാ ട്രോളേഴ്സും പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വിക്കറ്റ് കിട്ടുന്നില്ല, ലെറ്റ്സ് ഗോ ഫോർ ബുംറ, ഇത് തന്നെയാണ് ഗില്ലും ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റിൽ നമ്മളത് കണ്ടില്ല. ഇപ്പം എല്ലാവർക്കും അവിടെ ആ ഒരൊറ്റ കാര്യം തന്നെയാണ് തോന്നിയത്, ബുംറ ഇല്ലെങ്കിൽ ബാക്കിയുള്ള ബോളേഴ്സ് കളിക്കും. അതാണ് ഫസ്റ്റ് ടെസ്റ്റിലും തേർഡ് ടെസ്റ്റിലും പിന്നെ സെക്കൻഡ് ടെസ്റ്റിൽ നമ്മൾ വ്യത്യാസം വരുന്നത്. റൺസ് വന്നില്ലെങ്കിൽ നേരെ ബുംറ എടുത്ത് പോകും, ബുംറയ്ക്ക് 2 എക്സ്ട്രാ ഓവർ കൂടുതൽ കൊടുത്ത് എറിയിപ്പിക്കും. വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും റൺസിന് ഒഴുക്കിന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ മറ്റേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ബുംറയുടെ റെസ്റ്റിൻ്റെ കാര്യം. കാരണം ബുംറ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത ടെസ്റ്റിൽ ബുംറ കളിപ്പിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത അഭ്യൂഹം വരുന്നുണ്ട്. പക്ഷേ 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ബുംറ കളിക്കുമായിരിക്കും. അപ്പോൾ ബുംറയുടെ അടുത്ത 2 കളി കളിക്കണോ അതോ ഒരു ട്രസ്റ്റ് കൊടുക്കണോ, അതിനെപ്പറ്റി എന്താണ് അശ്വിന് പറയാനുള്ളത്? ബാറ്റ് ചെയ്യണം. പിന്നെ വർക്ക് ലോഡ് എന്ന് പറയാൻ ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അങ്ങനെ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ
ബോളിംഗ് ബുംറയിലോട്ട് പോട്ടെ. പക്ഷെ എന്നാലും സപ്പോർട്ടിനായിട്ട് സിറാജും ആകാശ് ദീപും ഉണ്ട്. ബുംറ ഉണ്ടെങ്കിൽ ആ ഒരു ഗെയിമിന് അത്രയും പ്രഷർ ഇംഗ്ലണ്ടിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ബുംറ തന്നെ 2 ടെസ്റ്റിന് വേണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്.